പണ്ട് സ്ഥാനാർത്ഥി സാറാമ്മ എന്ന പേരിൽ ഒരു സിനിമ ഇറങ്ങുകയുണ്ടായി. അടൂർ ഭാസിയായിരുന്നു അതിൻ്റെ നായകൻ. തോട്ടുംകരയിൽ വിമാനമിറങ്ങാൻ താവളമുണ്ടാക്കും, NGO യൂണിയൻകാർക്കെല്ലാവർക്കും, അതായത് സർക്കാർ ജീവനക്കാർക്കെല്ലാം ശമ്പളം 4 ഇരട്ടി. ഇങ്ങനെയുള്ള ഒരു പാട്ട് എനിക്ക് തോന്നുന്നു തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ സജീവമായിട്ട് പലരുടെയും ചുണ്ടിൽ വരുന്നുണ്ടാകാം. എന്ന് പറഞ്ഞതുപോലെയാണ് കേരളത്തിലെ 3 മുന്നണികളും പ്രകടന പത്രിക വളരെ കാര്യമായിട്ട് തന്നെ ഇറക്കുന്നുണ്ട്. ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാവരുടെയും ശ്രദ്ധ തിരുവനന്തപുരത്തേക്കായിരുന്നു. തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലം BJP പിടിച്ചെടുക്കുമോ? പിന്നീട് തൃശ്ശൂരിലേക്കുമാണ് പോയത്. അത് സുരേഷ് ഗോപി മത്സരിക്കുന്നതുകൊണ്ട്. എന്തായാലും തിരുവനന്തപുരം ഇപ്പോഴും BJPയുടെ കൈകളിലോട്ട് എത്തിയിട്ടില്ല. ഇനി വരാൻ പോകുന്ന, അതായത് 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തിരുവനന്തപുരം ജില്ലയിൽ ഒരു 4 നിയമസഭാ മണ്ഡലങ്ങൾ BJP നോട്ടമിട്ടിരിക്കുന്നു. അതുപോലെ തൃശ്ശൂർ ജില്ലയിലും ഏതാണ്ടൊരു 10-15 നിയമസഭാ മണ്ഡലങ്ങൾ പിടിച്ചടക്കും എന്നുള്ള മട്ടിലാണ് പറഞ്ഞു പോകുന്നത്. അതും കൂടാതെ ഇപ്പോൾ വളരെ അടുത്ത് നിൽക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം BJP പിടിച്ചെടുക്കുമോ? തിരുവനന്തപുരം കോർപ്പറേഷൻ, അതാണ് വളരെ സജീവമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ സഭയിലെ പ്രധാന പ്രതിപക്ഷം BJP തന്നെയാണ്. അപ്പോൾ ഭരണസാധ്യത അവർക്ക് കാണുന്നുണ്ട്. പ്രകടന പത്രികയും ഒക്കെ പുറത്തിറക്കിയിട്ടുണ്ട്. എല്ലാവർക്കും വീട് പറയുന്നുണ്ട്. വീടുള്ളവർക്കല്ല, വീടില്ലാത്തവർക്ക്. പിന്നെ തലസ്ഥാനത്ത് ഒളിമ്പിക്സ് വേദിയും പറയുന്നുണ്ട്. അതുകൂടാതെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ സൂററ്റ് മോഡൽ പദ്ധതിയും പറയുന്നുണ്ട്. ഈ വെള്ളക്കെട്ട് പലരും പറഞ്ഞ് അങ്ങ് നാണം കെട്ട് നിൽക്കുന്ന കാര്യമാണ്. പണ്ടറിയാമല്ലോ, തിരുവനന്തപുരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എടുത്തുയർത്തിയ വലിയ മുദ്രാവാക്യമാണ് ഹൈക്കോടതി ബെഞ്ചിക്ക് തിരുവനന്തപുരത്ത് കൊണ്ടുവരും. അന്ന് ഇദ്ദേഹം പന്ന്യൻ രവീന്ദ്രൻ മത്സരിച്ചു ഒരു ഉപതെരഞ്ഞെടുപ്പിൽ. പന്ന്യനാണ് ജയിച്ചത്. ഹൈക്കോടതി ബെഞ്ച് തിരുവനന്തപുരത്ത് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഇപ്പോൾ അതിനെക്കുറിച്ച് കേൾക്കാൻ കൂടിയില്ലെന്നുള്ളതാണ്. ഹൈക്കോടതി ബെഞ്ച് പോലും നാണിച്ച് നിൽക്കുകയാണ്. എന്ന് പറഞ്ഞതുപോലെയാണ് തിരുവനന്തപുരത്തെ വെള്ളക്കെട്ടിൻ്റെ കാര്യം. ഇവിടെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മേയർ ആര്യ രാജേന്ദ്രനും കയറിയ അവസരത്തിൽ പറഞ്ഞതാണ് വെള്ളക്കെട്ട് ഒഴിവാക്കുക. എന്ത് മാറ്റം ഉണ്ടായി? ഇപ്പോഴും മാനത്ത് മഴക്കാറ് കണ്ടു കഴിഞ്ഞാൽ വസ്ത്രങ്ങളെല്ലാം ചരച്ച് കയറ്റി പോകേണ്ട ഗതികേടിലാണ് തിരുവനന്തപുരത്തുകാർക്ക്. പിന്നെ ഇതിനകത്ത് വലിയൊരു പുതുമയില്ലല്ലോ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാനിത് എടുത്തു വയ്ക്കുന്നത് BJP ഇത് പറയുന്നത് കൊണ്ടാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് BJP പറഞ്ഞത്, ഞങ്ങൾ ഈ വെറും പ്രകടന പത്രികയല്ല പുറത്തിറക്കുന്നത്. തിരുവനന്തപുരം പിടിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിനുള്ള കാര്യങ്ങൾ, പദ്ധതികൾ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വന്ന് പ്രഖ്യാപിക്കും. ഇന്ത്യയിലെ മികച്ച 3 നഗരങ്ങളിലൊന്നാക്കി തിരുവനന്തപുരത്തെ മാറ്റും 2030 എന്നാണ് പറയുന്നത്. നല്ല കാര്യമാണ്. കാരണം തിരുവനന്തപുരത്തെ പലരും തഴഞ്ഞിട്ടിരിക്കുന്ന ഒരിടമാണ്. കാരണം പാർലമെൻറ്റിലൊക്കെ വന്ന് നിന്ന് മത്സരിച്ച് ജയിച്ചു പോകുന്നതെല്ലാം വരുത്തന്മാരാണ്. തിരുവനന്തപുരത്തുകാരായിട്ട് പാർലമെൻറ്റിൽ നിന്ന് മത്സരിച്ച് ജയിച്ചു പോയവരെന്ന് പറയുന്നത് ചാൾസും ശിവകുമാറും ഒക്കെ മാത്രമാണ്. പിന്നെ നീലലോഹിതദാസൻ നാടാരും. ഈ ശശി തരൂർ വരുത്തനാണ്. 2009 മുതൽ ജയിച്ചു പോവുകയാണ്. എല്ലാ വർഷവും കൃത്യമായി എത്തുന്ന ഡേറ്റ് ചോദിച്ചാൽ അത് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മാത്രമാണ്. അല്ലാതെ വരുന്നുണ്ടെങ്കിൽ ഒരു മിന്നാരം പോലെ വന്നങ്ങ് പോവുകയുള്ളൂ. സാധാരണ ജനങ്ങൾക്ക് ഇദ്ദേഹത്തെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കാൻ സാധിക്കത്തില്ല. ഓഫീസിലിരിക്കുന്നത് കോൺഗ്രസ്സുകാരന്മാരല്ലേ. അധികാരം കിട്ടിക്കഴിഞ്ഞാൽ മസിലും പെരുപ്പിച്ച് മുഖം മുഴുവൻ
പൗഡറും വാരി ഇട്ട് വെളുപ്പിച്ചിരിക്കുന്ന കുറേ പൊങ്ങന്മാരാണ് ഈ കോൺഗ്രസ്സുകാർ ഓഫീസിലിരിക്കുന്നത് മുഴുവൻ. പിന്നെ ഇതൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ BJPയുടെ ഈ പ്രകടന പത്രിക തെരുവ് നായ്ക്കളെ എല്ലാം തന്നെ പരിഹരിക്കുന്നതിനായിട്ട് പ്രത്യേക ഷെൽട്ടർ ഉണ്ടാക്കും, അതുപോലെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം, ആറ്റുകാൽ ക്ഷേത്രം, ഭീമാപ്പള്ളി, വെട്ടുകാട് പള്ളി എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടൊരു തീർത്ഥാടന ടൂറിസം പദ്ധതി നടപ്പാക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ 101 വാർഡിലും, ഇപ്പോൾ തിരുവനന്തപുരത്ത് 101 വാർഡിലാണ് സമഗ്ര ഡ്രെയിനേജ് സംവിധാനം, തീരദേശ സംരക്ഷണത്തിന് പ്രത്യേക പദ്ധതി. ഇങ്ങനെ ഈ നമ്മൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സ്ഥാനാർത്ഥി സാറാമ്മയിലെ അടൂർ ഭാസി ഈ പാട്ടുപാടി വോട്ടർമാർക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ പോലെ ഇതിങ്ങനെ പറഞ്ഞു വരികയാണ്. ഇതിപ്പോൾ എടുത്തു പറഞ്ഞതിൻ്റെ കാരണം ഈ തിരുവനന്തപുരം നഗരത്തിൽ ഈ 101 വാർഡിലൊക്കെ മത്സരിക്കുന്ന പല BJPക്കാരൻ സ്ഥാനാർത്ഥികളെയും ഞാൻ ടെലഫോണിൽ ബന്ധപ്പെടുകയുണ്ടായി. നിങ്ങൾ വരിക, നിങ്ങൾ തിരുവനന്തപുരത്തിന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ചിലർ ഫോൺ എടുക്കും. വളരെ നിരുത്തരവാദപരമായിട്ട് മാത്രമാണ് അവർ പ്രതികരിക്കുന്നത്. ചിലർ ഈ ഫോൺ എടുക്കുക പോലുമില്ലെന്നുള്ളതാണ്. ശരിയാണ്, വോട്ട് തേടി നടക്കുകയല്ലേ, ഇവരുടെ കൂടെ കുറേ സിൽബന്തികളുണ്ടല്ലോ, ഇവർക്കെടുക്കാമല്ലോ. ഇവരാരും തന്നെ എടുക്കാറില്ല. പിന്നെ ഇവർക്ക് ഇനി അധികാരം കിട്ടിയാലുള്ള കാര്യം എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്ക്. BJP തോൽക്കുന്നുണ്ടെങ്കിൽ, തിരുവനന്തപുരം നഗരം പിടിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ 101 ഇടങ്ങളിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ തന്നെയാണ് അതിൻ്റെ ഉത്തരവാദികൾ. കാരണം ഒരു മാധ്യമ സ്ഥാപനത്തിൽ നിന്ന് ഫോൺ വിളിക്കുമ്പോൾ അത് നേരാവണ്ണം എടുത്ത് പ്രതികരിക്കുക, സമയം കണ്ടെത്തി വന്ന് ഒരു അഭിമുഖം തരുന്നതിന് എന്താണ് തെറ്റ്? ആ വീഡിയോയിലൂടെ തിരുവനന്തപുരത്തുകാരോട് പറയാനുള്ള കാര്യങ്ങൾ അവർക്ക് പറയാമല്ലോ. കോൺഗ്രസ്സുകാരാണ് പലപ്പോഴും മാധ്യമങ്ങളുടെ മുമ്പിലും ക്യാമറയുടെ മുമ്പിലും ഒക്കെ ഞെളിഞ്ഞു നിൽക്കാറുള്ളത്. അവർക്കും ഇതിനകത്ത് താല്പര്യമില്ല. പിന്നെ അല്പസ്വല്പം എന്തെങ്കിലും ഒരു കൃത്യത കാണിക്കുന്നത് ഇക്കാര്യത്തിൽ വരാൻ പറ്റും അല്ലെങ്കിൽ വരാൻ പറ്റില്ല എന്ന് കൃത്യമായി പറയുന്നത് CPMകാർ മാത്രമാണ്. അവർക്ക് അവരുടേതായ ചില ഒരു ശൈലിയുണ്ടല്ലോ. അല്പം മസിൽ പിടിച്ചാണെങ്കിൽ പോലും അത് കൃത്യമായി അത് പറയുന്നുണ്ടെന്നുള്ളതാണ്. BJPക്കാർക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? ഇവരെ ഓർക്കണം, തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു കഴിഞ്ഞാൽ അതിലൂടെ ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരത്തിൻ്റെ അകത്ത് തന്നെയുള്ള 4 നിയമസഭാ മണ്ഡലങ്ങൾ ഇവരുടെ കസ്റ്റഡിയിൽ കൊണ്ടുവരാൻ കഴിയും. നമുക്കിപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും രാജീവ് ചന്ദ്രശേഖരനെ വിളിച്ചു പറയാൻ പറ്റുമോ? ഇവരെന്തുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ മുഖം തിരിഞ്ഞു നിൽക്കുന്നു? ഇവർ തന്നെയാണ് പാർട്ടിക്ക് കുഴപ്പമുണ്ടാക്കി വയ്ക്കുന്നത്. ചുമ്മാതല്ല BJP കേരളത്തിൽ ഗുണം പിടിക്കാതെ പോകുന്നത്. ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ 101 ഇടങ്ങളിൽ നിർത്തിയിരിക്കുന്ന NDA സ്ഥാനാർത്ഥികളെ പുറത്താക്കുകയാണ് വേണ്ടത്. സാമാന്യ മര്യാദയെങ്കിലും പാലിക്കാൻ പഠിക്കേണ്ടിയിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.